ട്രേഡിംഗ് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണിയായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ കുറേ ട്രേഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് വായിച്ചിട്ടുണ്ട്, കുറേ അധികം. അപ്പോൾ മാർക്ക് ഡഗ്ലസിൻ്റെ ഒരു ബുക്ക്, പിന്നെ ഒരു ജാക്ക് ഷോബറിൻ്റെ കുറേ ബുക്സ് ഉണ്ട്, എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട്. അതൊരു സീരീസ് തന്നെ ഉണ്ട്. യുഎസിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ മണിയായിട്ട് ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ് ചെയ്യുക, അതിൽ പൈസ വന്നു പോയോ അത് അവർക്ക് സെക്കൻഡറി ആണ്. ഇപ്പോൾ വാറൻ ബഫറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾ 30-40 years ആയിട്ട് സെയിം ഹൗസിലാണ് ജീവിക്കുന്നത്. അത്രയും കാലമായിട്ട് സെയിം വണ്ടിയാണ് ഓടിക്കുന്നത്. അയാൾ ആ പൈസ വിടുന്നുണ്ട്, പക്ഷേ ആ പൈസ എന്ന് പറഞ്ഞാൽ അതൊരു സ്കോറാണ് അവർക്ക്. അത് വേറൊരു പൈസ അല്ലെങ്കിൽ മണി, ആ ഫാക്ടറിയുടെ ഒരു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഓരോ ട്രേഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ P&L നോക്കിയിട്ട് ഓക്കെ പ്രോഫിറ്റ് വന്നു, ലോസ് വന്നു, റെഡ് ഗ്രീന് അതൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാവും. ഓക്കെ ഇത്ര പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ അതിലൊരു 10,000 rupees പോകുകയാണെങ്കിൽ ലോസ് വരാണെങ്കിൽ ഓക്കെ 10,000 ആണെങ്കിൽ എനിക്ക് ഒരു 15 days എക്സ്പെൻസ് മീറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ ചിന്ത വരും. പക്ഷേ ആ ഒരു ഫീലിംഗ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുന്നത് എന്നാണോ അന്ന് നമുക്ക് സക്സസ് ട്രേഡിംഗിൽ വരാൻ തുടങ്ങത്തുള്ളൂ.